ഹലോ, സർട്ടിഫൈഡ് കോപ്പിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണിത്. അതിനായി നമ്മൾ ഇതേപോലെ തന്നെ ഡാഷ്ബോർഡിൽ കയറുക. ഓൺലൈൻ കോപ്പി ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ ഫയലിംഗ് എന്ന് നമുക്ക് കാണാം. അതിലാദ്യം തന്നെ ക്ലിക്ക് ചെയ്യുക. ഏത് ജില്ലയിലാണെന്ന് വെച്ചാൽ ആ ജില്ലയിലെ നെയിം കൊടുക്കുക. അതിനുശേഷം ഏത് കോടതിയാണെന്ന് വെച്ചാൽ കോടതി കൊടുക്കുക. അപ്പോൾ കോപ്പി ആപ്ലിക്കേഷൻ, സർട്ടിഫൈഡ് കോപ്പി ആപ്ലിക്കേഷനൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പുതിയ രീതിയിൽ. അതിൽ നമുക്ക് വന്നു ഫയലിംഗ് ഡീറ്റെയിൽസാണ് ആദ്യം കൊടുക്കേണ്ടത്. കേസ് നമ്പർ, അതായത് കേസ് ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു MC കേസിലാണ് എടുക്കുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ കേസ് നമ്പർ കൊടുത്തു, കേസിൻ്റെ ഇയർ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് 2 ഓപ്ഷനാണുള്ളത്. കേസ് നമ്പറും കൊടുക്കാം, പിന്നെ ഫയലിംഗ് നമ്പറും കൊടുക്കാം കേട്ടോ. അതേപോലെ പിന്നെ അടുത്ത 2 ഓപ്ഷൻ അർജൻറ്റും ഉണ്ട്, ഓർഡിനറി ഉണ്ട്. അപ്പോൾ ഓർഡിനറിയാണ് നമ്മൾ ഇതിലൂടെ അപ്ലൈ ചെയ്യുന്നത്. അർജൻറ്റ് നമ്മൾ സെപ്പറേറ്റ് IA പെറ്റീഷനായിട്ട് ഫയൽ ചെയ്യണം. അപ്പോൾ സർട്ടിഫൈഡ് കോപ്പിയാണോ കാർബൺ കോപ്പിയാണോ എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സർട്ടിഫൈഡ് കോപ്പി അർജൻറ്റ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ വേറെ ആഡിങ്സ് വരും. അപ്പോൾ ഓർഡിനറിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓർഡിനറി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിലൂടെ നോർമലി അപ്ലൈ ചെയ്യാൻ പറ്റും. അർജൻറ്റിൻ്റെ നമ്പറാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഓർഡിനറി ഞാനിവിടെ ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്ത് സർട്ടിഫൈഡ് കോപ്പി ആർക്ക് വേണ്ടിയ പെറ്റീഷണർ, ഓൺലൈനാണോ പേയ്മെൻറ്റ്, യെസ് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോഴേക്കും എത്ര കോപ്പീസ് വേണം, എന്തിൻ്റെയൊക്കെ കോപ്പിയാണ് വേണ്ടതെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ആദ്യം തന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു വലിയൊരു ലിസ്റ്റ് അതിനകത്ത് കിടപ്പുണ്ട്. അതിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ ഓർഡർ ആണെങ്കിൽ ഇൻ്റർവ്യൂ ഓർഡർ അതിൻ്റെ നേരെ 0 എന്ന് കാണിച്ചിട്ട് അവിടെ എത്ര കോപ്പി വേണം, ചിലപ്പോൾ 2 കോപ്പി വേണമായിരിക്കും അത്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഇപ്പോൾ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ്റെ 2 കോപ്പി എടുക്കുന്ന ഒരു വക്കീൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ 2 എന്നുള്ളത് അവിടെ കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം നോക്കിയ ശേഷം വേണം, എന്നിട്ട് നമ്മളതിനകത്ത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എത്ര വേണം, ഒരെണ്ണത്തിന് 25 രൂപയാണ്. അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോന്നിനും 25 രൂപ വെച്ച് വരും. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴേക്കും ഒരു ഇത് വന്ന് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്, കോടതി അലോക്കേറ്റ് ചെയ്തിരുന്ന ഏത് കോടതി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. കറക്റ്റാണോ എന്ന് നോക്കുക. ഇൻട്രീം ഓർഡർ, നമ്പർ ഓഫ് കോപ്പീസൊക്കെ പറഞ്ഞേക്കുന്നത് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് ഗോ ടു ദ പേയ്മെൻറ്റ് ഓപ്ഷൻ. മോഡ് പേയ്മെൻറ്റ് എന്താണ്, ഓഫ്ലൈനാണോ ഓൺലൈനാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൺലൈനാണ് അടയ്ക്കുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് മോഡിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും ഇതുപോലെ 3 ഓപ്ഷൻ വരും. അപ്പോൾ സൈഡിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ളത് കൊടുക്കുക. പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏതാണ് അതിനകത്ത് കാർഡ്, UPI. അപ്പോൾ ഞാൻ UPI ആണ് കൊടുക്കുന്നത്. UPIയിലേക്ക് ടോക്കൺ ജനറേറ്റ് ചെയ്യുമ്പോൾ ടോക്കൺ വരും. ഓക്കെ കൊടുക്കുക. അപ്പോഴേക്കും എനിക്ക് പേയ്മെൻറ്റ് സ്കാനർ കോഡ് വന്ന് ഞാൻ സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടച്ചു കഴിയുമ്പോഴേക്കും പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നും പറഞ്ഞിട്ടുള്ളത് വരും. അത് ക്ലോസ് ചെയ്യുക നമ്മൾ. അതിനുശേഷം ഫൈനൽ സബ്മിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കോപ്പി ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി. നമുക്ക് ഫിസിക്കലി ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ഇട്ടിരുന്ന പോലെ തന്നെ കോപ്പി ആപ്ലിക്കേഷൻ്റെ ആ ഫോം ആണ് നമ്മൾ അവിടെ കൊണ്ട് ഇടേണ്ടതെന്നുള്ളതാണ്. പല കോടതികളും ഇനിയിപ്പോൾ ഓരോ കോടതികൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മളത് ഫയൽ ചെയ്ത് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് വ്യൂ മോർ എടുത്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ഡൗൺലോഡ് അക്നോളജ്മെൻറ്റും പേയ്മെൻറ്റ് റെസിപ്റ്റും എല്ലാം തന്നെ അവിടെ കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ കയറി നോക്കിയാൽ മതി. ഡ്രാഫ്റ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കിടക്കും. ഇഷ്യൂഡ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അതിനകത്ത് വന്ന് കിടക്കും. താങ്ക്